Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ നോക്കാം. ഞാൻ ഷോർട്ടായിട്ട് കാണിക്കുന്നു. 2 ലൈറ്റുകളും 3 2-way സ്വിച്ചുകളുമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കിൾ ഒരു മുമ്പൊരെണ്ണം ചെയ്തിട്ടുണ്ട് വീഡിയോ സർക്കിൾ. അതുപോലെ തന്നെ ഇത് വേറൊരു മെത്തേഡാണ്. ഇപ്പോൾ 3 2-way സ്വിച്ച് എന്താ ഇവിടെ, ഇത് അപ്പാണ്, ഇത് അപ്പാണ്, ഇതും അപ്പാണ്. അപ്പോൾ ഞാനിനി പവർ ഒന്ന് ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്തപ്പോൾ 2 ലൈറ്റും ബ്രൈറ്റായി. അപ്പോൾ ഈ കണ്ടീഷനിൽ ഞാൻ ആദ്യത്തെ സ്വിച്ചിനെ ഓഫ് ചെയ്തു, എല്ലാ ലൈറ്റുകളും ഓഫായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. ഞാൻ രണ്ടാമത്തെ സ്വിച്ചിനെ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ആദ്യത്തെ ലൈറ്റ് കത്തി. ഞാൻ മൂന്നാമത്തെ ലൈറ്റ് ഓൺ ചെയ്തു, അത് കത്തി. ഇനി ഞാൻ അങ്ങേയറ്റം പോയി ഇതാ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഏത് കണ്ടീഷനിൽ എവിടെ നിന്നാണോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഇപ്പോൾ ഈ നടുക്കുള്ള നിലയിലുള്ള ആളിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തി, അയാൾക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങേയറ്റത്തുള്ള ആളിനാണെങ്കിൽ അയാളുടെ ലൈറ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി കോമണായിട്ട് എല്ലാ ലൈറ്റും കത്തണമെന്നുണ്ടെങ്കിൽ ഇയാൾ വിചാരിച്ചാൽ മതി, ആദ്യത്തെ ആൾ വിചാരിച്ചാൽ മതി എല്ലാ ലൈറ്റും. ഇപ്പം ഒരാൾ സ്റ്റെപ്പ് കയറി വന്ന് ഇവിടുത്തെ ലൈറ്റ് കത്തി, ഇവിടെ നമ്മളിതെത്തി, ആദ്യത്തെ വേണ്ട നമുക്കിനി കഴിഞ്ഞു, അയാൾ മുകളിലേക്ക് എത്തി, അയാൾ അത് ഓഫ് ചെയ്തു. ഇനി തിരിച്ചിറങ്ങി പോകുമ്പോഴായ പോലും ഇവിടെ നിന്ന് ഓൺ ചെയ്തു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഓഫ് ചെയ്തു. ഇനി ഈ കണ്ടീഷനിൽ വെളിയിൽ നിന്ന് കയറി വരുന്ന ഒരാളാണ്. നേരത്തെ പോലെ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുകയാണ്. ഇത് ഓണാണ്, ഇത് ഓഫാണ്, ഇത് ഓഫാണ്. ഇങ്ങനെ നിൽക്കുന്ന കണ്ടീഷനിൽ ഇപ്പോൾ താഴെന്ന് വരുന്ന ഒരാൾക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ 2 ലൈറ്റും കത്തി, ഇത് അടുത്ത ഓഫായി, ഇവിടെ എത്തി, ഇവിടെ ഇത് ഓഫായി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾ കണ്ടു. ഇനി അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ട നമുക്ക് 3 2-way സ്വിച്ചുകളാണ്. ആ 2-way സ്വിച്ചിന്റെ ടെർമിനൽസ് ഞാൻ പരിചയപ്പെടുത്തുന്നു. ഏറ്റവും മുകളിലുള്ളത് അപ്പ് ടെർമിനൽ, അതായത് L1, സെന്ററിലുള്ളത് കോമൺ, ഇനി താഴെയുള്ളത് L2, അതായത് ഡൗൺ ടെർമിനൽ. ഓക്കെ, ഇനി ഞാനതിനെ ഞങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് തിരിച്ച് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ടെർമിനലിന് പകരം മുകളിൽ ഡോട്ട് ഇട്ട് കാണിക്കും. അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ 3 ടെർമിനൽ ഡോട്ടുകൾ കാണിക്കും. ഇനി 3 സ്വിച്ചുകൾ നമ്മൾ അടുക്കി വെച്ചു, അതേപോലെ 2 ലൈറ്റുകൾ അടുക്കി വെച്ചു. അതിലേക്ക് 3 സ്വിച്ചിന്റെ ആദ്യത്തെ സ്വിച്ചിന്റെ സെന്റർ ടെർമിനൽ, അതായത് കോമൺ ടെർമിനലിലേക്ക് നമ്മൾ ഫേസും കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 2 ലൈറ്റുകളിൽ ന്യൂട്രലുകൾ കോമൺ ചെയ്ത് ആ ന്യൂട്രലും പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് അപ്പ് ടെർമിനലുകൾ 3 സ്വിച്ചിന്റെയും അപ്പ് ടെർമിനലുകൾ തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞാലോ ഡൗൺ ടെർമിനലുകൾ തമ്മിൽ നമുക്ക് ഷോർട്ട് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് സപ്ലൈ നോക്കാം. ഫേസ് റെഡ് വയർ, ബ്ലാക്ക് ന്യൂട്രൽ വയർ, AC 240 വോൾട്ട് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. S1, S2, S3, L1 ആൻഡ് L. ഇനിയിപ്പോ നമുക്ക് 2 സ്വിച്ചിലേക്ക്, അതായത് S2ന്റെ S3യുടെ ഓരോ കോമൺ പോയിന്റും ലാമ്പ് L1 L2ന്റെ ഓരോ ബൾബ് പോയിന്റുകളും മാത്രമേ ബാക്കിയുള്ളൂ. അതാത് വയറുകൾ S2ൽ നിന്ന് ആദ്യത്തെ ലൈറ്റിലേക്കും S3യിൽ നിന്ന് രണ്ടാമത്തെ ലൈറ്റിലേക്കും ബാലൻസ് ഉള്ള ടെർമിനലുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. ഇത്രയായി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സപ്ലൈകൾ നേരത്തെ കണ്ട വീഡിയോ പോലെ വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ഇങ്ങനെ എത്ര ലാമ്പുകൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പോകാം. ഇതിൽ ആലോചിക്കേണ്ട കേസ്, ഇപ്പോ 100 ലൈറ്റ് ഉണ്ടെങ്കിൽ 101 സ്വിച്ച് വേണ്ടി വരും. അതായത് ഒരു സ്വിച്ച് എത്ര ലൈറ്റുകളുണ്ടോ അതിനേക്കാളും ഒരു സ്വിച്ച് കൂടെ അധികമായിട്ട് നമുക്ക് വേണ്ടി വരും. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ലൈറ്റുകൾ പോകുമ്പോൾ ഇതുപോലെ പാരലായിട്ട് കത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഭയങ്കര ഹൈ ആവും. അതുകൊണ്ട് തന്നെ സ്വിച്ചിന്റെ പവർ നമ്മൾ കൂട്ടേണ്ടി വരും. ഓക്കെ, സ്പെഷ്യൽ സ്റ്റെയർ കേസ് വയറിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നത് വരെ താങ്ക് യു.